ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഒരു ചെറിയ ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ടൂർ പോയതൊന്നുമല്ല, ഞങ്ങളുടെ ഒരു എസ്റ്റേറ്റിലോട്ടുള്ള യാത്രയാണ്. പാലക്കാട് ജില്ലയിലുള്ള കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് 10-20 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോൾ കരിമ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ഈ യാത്രയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഉള്ളത്. എൻ്റെ ബ്രദേഴ്സൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ വൈകുന്നേരം എറണാകുളത്ത് നിന്ന് ഇറങ്ങി പാലക്കാട് ഒരു ഹോട്ടലിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ സൺഡേ ഞങ്ങൾ ഈ കരിമ്പയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് നിന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ട്. എൻ്റെ ബ്രദേഴ്സൊക്കെ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്തൊക്കെ സ്കൂൾ വെക്കേഷൻ കിട്ടിയാൽ കരിമ്പയിൽ വന്ന് ഒരാഴ്ചയോളം താമസിച്ചിട്ട് അവിടുന്ന് ഒരു ദിവസം ഞങ്ങൾ മലമ്പുഴ ഡാമൊക്കെ കാണാനായിട്ട് പോകും. അവിടെ ഫാൻറ്റസി പാർക്കിലൊക്കെ പോയി നല്ലതുപോലെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് തോട്ടത്തിലോട്ട് തന്നെ വന്ന് കിടക്കും. മലമ്പുഴ ഡാം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം ഈ തോട്ടത്തിനോട് ഏറ്റവും അടുത്ത കിടക്കുന്ന ഒരു ഡാമുണ്ട്, കാഞ്ഞിരപ്പുഴ ഡാം. അതൊരു 10 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ കാഞ്ഞിരപ്പുഴ ഡാം എത്തും. അപ്പോൾ ഈ വ്ളോഗിൽ കാഞ്ഞിരപ്പുഴ ഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കരമായ ഒരു തണുപ്പുള്ള ഒരു സ്ഥലമല്ല, എങ്കിലും ജനുവരി ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചൂടില്ലാത്ത ഒരു നല്ല ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ നിരവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ വേറെ ഉള്ള ആളുകളുടെ എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. മെയിനായിട്ട് ഇവിടെ റബ്ബറിൻ്റെ കൃഷിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കുറച്ച് ദൂരം കൂടി മാത്രമേ ഈ ടാറിട്ട റോഡ് ഉള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ടാറിട്ട റോഡൊന്നും അല്ല. അപ്പോൾ നമ്മളുടെ ഈ വണ്ടി കുറച്ചും കൂടെ ഉള്ളിലോട്ട് മാത്രമേ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് പോകുന്ന വണ്ടികളൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ വരേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു 4 വീലർ ഡ്രൈവ് വണ്ടിയുണ്ട്. അപ്പോൾ അതുമായിട്ട് എൻ്റെ ബ്രദേഴ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ കാറ് പോകാവുന്നതിൻ്റെ മാക്സിമം പോയിട്ടുണ്ട്. ഇതിവിടെ സൈഡിലോട്ട് ഒതുക്കി ഞങ്ങളൊരു സ്ഥലത്ത് ഇട്ടിട്ടാണ് അകത്തോട്ട് മറ്റേ വണ്ടിയിൽ പോകുന്നത്. ഇപ്പം സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഈ എസ്റ്റേറ്റിൻ്റെ ടോപ്പ് ഭാഗത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ടോപ്പ് ഭാഗത്തോട്ട് പോകാനായിട്ടുള്ള റോഡിലോട്ട് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള റോഡെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അങ്ങനെ വണ്ടിയൊന്നും പോകാത്ത റോഡായതുകൊണ്ട് തന്നെ നല്ല ഒരു റോഡല്ല. അപ്പോൾ ഓഫ് റോഡ് പോകുന്ന വണ്ടികൾ മാത്രമേ ഇവിടെ കയറുള്ളൂ. ഈ റോഡിലോട്ട് പോകും തോറും റോഡിലൊക്കെ മരങ്ങളുടെ ബ്രാഞ്ചസൊക്കെ വീണ് കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ ഈ വലിയ വലിയ ചെടികൾ സൈഡിൽ പടർന്ന് പിടിച്ചിട്ട് കാരണം നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 പേര് ഇറങ്ങിയിട്ട് ഒരു വാക്കത്തി ഉപയോഗിച്ച് സൈഡിലുള്ള തടസ്സങ്ങളൊക്കെ വെട്ടി നീക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ എസ്റ്റേറ്റിൻ്റെയൊക്കെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഷിർവാണി ഫോറസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ആന ഇറങ്ങാനായിട്ടുള്ള സാധ്യതകളുള്ള സ്ഥലമാണ് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ സൈഡിലൂടെ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൃഷിയൊക്കെ ഈ ആന ഇറങ്ങി നശിപ്പിക്കും. ജനുവരി ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഉച്ച സമയമായിട്ടും വളരെ ചെറിയ തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊട്ടും ഫീൽ ചെയ്യുന്നില്ല. നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇത് ഗ്രാമ്പൂവിൻ്റെ മരമാണ്. ഞാൻ 1-2 ഗ്രാമ്പു പറിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഈ പച്ച കളറിലുള്ള ഈ ഗ്രാമ്പു ഉണക്കിയിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ചയ്ക്ക് ഈ ഗ്രാമ്പു കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല കളറാണ് ഇതിന്. ഞങ്ങൾ ഈ ടോപ്പ് ഭാഗത്ത് 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഉച്ചയ്ക്ക് 12:30 ആയിട്ടുണ്ട് ടൈം. എല്ലാവരും ഈ ഭാഗത്തൂടെയൊക്കെ നടന്നിട്ട് നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീട്ടിൽ പോയിട്ട് വേണം ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ താഴെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സൈഡിലൊരു കുളം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കുളത്തിലോട്ട് ആന ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ എസ്റ്റേറ്റിൻ്റെ ഭാഗമല്ല, വേറൊരു ആളുടെ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊന്ന് ഇറങ്ങി ഈ ഭാഗത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ദൂരെ കാണുന്ന ആ മലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്.
അപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുവാണ്. അപ്പോൾ താഴെ ഭാഗത്തോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി. ഇപ്പം നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ ഒരു മിഡിൽ പാർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾക്കൊരു ചെറിയ വീടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ആ വീട്ടിലോട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിമം 60 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു വീടാണിത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയൊക്കെ കാലത്ത് പണിതിട്ടുള്ള വീടാണിത്. ഞങ്ങൾ ഈ എസ്റ്റേറ്റിൽ വരുമ്പം താമസിക്കുന്നത് ഈ വീട്ടിലാണ്. ഒരു ചെറിയ വീട്. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇവിടെ കറണ്ടൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അതുവരെയും ഞങ്ങൾ വന്ന് താമസിക്കുമ്പോൾ കറണ്ടൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ടൈം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും നല്ല വിശന്നിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കുക്കിങ്ങിലോട്ട് കയറുവാണ്. ഞാൻ എത്തുന്നിടം വരെയും എൻ്റെ ബ്രദേഴ്സ് നല്ല രീതിയിൽ ഇവിടെ കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടതോട് കൂടിയിട്ട് ഈ കുക്കിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡ്യൂട്ടി എനിക്ക് വെച്ച്, എന്നിട്ട് അവരവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുവാണ്. എങ്കിലും കുഴപ്പമില്ല, സന്തോഷത്തോടുകൂടി ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തിട്ട് ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഇതിൽ നിന്നിട്ട് വേണം ഞാൻ ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു കിച്ചണാണ് ഇത്. പണിക്കാർ ഉപയോഗിക്കുന്ന ഒരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ അധികം സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഗീ റൈസും പിന്നെ 2 ടിന്ന് ട്യൂണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ട്യൂണ വെച്ചിട്ടൊരു റോസ്റ്റും കൂടി ഉണ്ടാക്കി, പപ്പടവും അച്ചാറും. ഇതാണ് ഇവർക്ക് ഇന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു കുക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഞാനൊരു ഗീ റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ ചെയ്തത്. അപ്പം കുക്കറിൽ അരി ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഗീ റൈസ് ഉണ്ടാക്കി എടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണല്ലോ ഗീ റൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ തിരക്ക് പിടിച്ച സമയങ്ങളിലും ഇങ്ങനെ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് ഗീ റൈസ്. അതുകൂടാതെ 2 ടിന്ന് ക്യാൻഡ് ട്യൂണ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ യാത്രകളുടെ കരുതി വെച്ചാൽ, ഇതേപോലെ കുക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അത് വെച്ചിട്ട് ഞാനൊരു റോസ്റ്റും ഉണ്ടാക്കി. അങ്ങനെ 2 മണിക്ക് ഞങ്ങൾ അടുത്ത ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ നെട്ടോട്ട് ഓടിയിട്ട് ആ ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി ഇവർക്കെല്ലാം കൊടുത്തു. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് ചൂടാറാൻ പോലും എല്ലാവരും വെയിറ്റ് ചെയ്തില്ല. പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് ഞങ്ങൾ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിൽ റബ്ബർ വെട്ടുന്ന ആ ചേട്ടൻ്റെ കൂടെ പുള്ളിക്കാരൻ്റെ ഒരു ചെറിയ സ്ഥലമുണ്ട്. ഷിർവാണി ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു 2 കിലോമീറ്റർ പോകുമ്പോഴാണ് ആ സ്ഥലമുള്ളത്. ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ റൂട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് ഈ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഷിർവാണി ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ എല്ലാവർക്കും കടക്കാൻ പറ്റില്ല. കാരണം ഈ ഞങ്ങളുടെ കൂടെയുള്ള ഈ ചേട്ടനെ അതിൻ്റെ ഉള്ളിൽ സ്ഥലമുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റ് കടത്തി വിട്ടു. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരോട് നമ്മൾ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് അകത്തോട്ട് കയറിയത്. അപ്പോൾ ആ ചേട്ടൻ്റെ സ്ഥലത്തോട്ട് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. കുറേ ഉള്ളിലോട്ട് പോയില്ല. കാരണം കാട്ടുമൃഗങ്ങൾ നല്ല രീതിയിൽ ഈ ഷിർവാണി ഫോറസ്റ്റിൻ്റെ ഉള്ളിലുണ്ടാകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കരുതെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞു. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉള്ളിലോട്ട് കടന്നത്. ഈ ഷിർവാണി ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മളിപ്പം കടന്നിരിക്കുകയാണ്. അപ്പം 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിലാണ് ഈ കൂടെയുള്ള ചേട്ടൻ്റെ സ്ഥലവും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് 2 കിലോമീറ്ററിൻ്റെ അപ്പുറത്തോട്ട് പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടില്ല. പോയി കഴിഞ്ഞാൽ കാട്ടാനയും കാട്ടുമൃഗങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആ റോഡിലുണ്ടാകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഗാർഡൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല. ഇവിടെ എത്തിയപ്പം ഒരു മരത്തിൽ ഒരു മല എണ്ണാൻ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ കാറൊന്ന് പതുക്കെ സ്ലോ ചെയ്തിട്ട് നമ്മളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നിർത്തി. ഇപ്പം നമ്മൾ ആ ചേട്ടൻ്റെ സ്ഥലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ ആ ചേട്ടൻ്റെ സ്ഥലത്തോട്ട് ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ച് മുകളിലോട്ട് നടക്കുവാണ്. ചെറിയൊരു വഴിയിലൂടെ വേണം നമ്മൾ ഈ മുകളിലോട്ട് കയറി പോകാനായിട്ട്. ഇപ്പം ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ടോപ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ താഴോട്ട് കുത്തനെ ഇറക്കമാണ്. അവിടെ ഏറ്റവും താഴെയായിട്ട് ആറാണെന്നാണ് പറഞ്ഞത്, പുഴ.
പുഴയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഇവിടെ ഒരു നെല്ലിക്കയുടെ മരമുണ്ട്. അപ്പോൾ അവിടെ കുറേ നെല്ലിക്ക വീണ് കിടപ്പുണ്ട്. അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾക്ക് തന്നു. ഇവിടെ എത്തിയപ്പം കുറച്ചും കൂടി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ക്ലൈമറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. അതുകൊണ്ട് കയറ്റമൊക്കെ കയറിയപ്പം വലിയ ക്ഷീണമൊന്നും വന്നില്ല. അപ്പോൾ ഇവിടെ താഴോട്ട് എത്തിയപ്പോഴത്തേക്ക് ഒരു അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് നടക്കുന്നു. ഇതേ കണ്ടില്ലേ? ഇപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നല്ല സീനറിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിങ്ങനെ ഞാൻ നിങ്ങളെ പതുക്കെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ മല കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. 1945 എയർഫോഴ്സിൻ്റെ ഒരു യുദ്ധവിമാനം വന്ന് ഈ മലയിൽ ഇടിച്ച് തകർന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നല്ല പോലെ മഞ്ഞ് മൂടിക്കിടന്നതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റാതെയാണ് ആ ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ അതും ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. കൂടുതലായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി വിവരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി യാത്ര പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാം കാണാനാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങളിവിടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാനൊരു 18 വർഷം മുമ്പെങ്കിലുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അന്നിവിടെ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ ഒരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം നല്ല രീതിയിൽ പണിതിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗാർഡൻ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. അതുകൂടാതെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഈ കാഞ്ഞിരപ്പുഴ ഡാമിൽ. അത്യാവശ്യം ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ആ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം നേരെ കുത്തനെയുള്ള ഒരു കയറ്റമാണ്, സ്റ്റെപ്പാണ് നിറയെ. അപ്പോൾ മുകളിൽ വരെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ടയേർഡ് ആവുന്നുണ്ട്. നല്ലൊരു കയറ്റമാണെങ്കിൽ പോലും കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഓടിക്കയറി എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഓടിക്കയറി കഴിഞ്ഞാൽ മുകളിൽ വരെ എത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് പതുക്കെ നിന്ന് തന്നെയാണ് മുകളിൽ വരെ എത്തുന്നത്. അപ്പോൾ ഈ ഡാമിൻ്റെ മുകൾ വശത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകൾ വശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട്. ഇവിടെ കുറച്ച് മുതിർന്ന ആളുകൾ കുട്ടികളെയും കൊണ്ടൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതായിട്ട് കണ്ടു. അതൊക്കെ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കാഞ്ഞിരപ്പുഴയിൽ 3 ഐലൻഡുകളുണ്ട്. ഇത് ഒഴുകിയെത്തുന്നത് ഭാരതപ്പുഴയിലോട്ടാണ്. ഇതിൻ്റെ ചുറ്റിലും കിടക്കുന്ന ഈ ഫോറസ്റ്റിൻ്റെ പേരാണ് വെറ്റിലച്ചോല. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ മാറിയിട്ടാണ് മണ്ണാർക്കാട് ടൗൺ. ഇവിടെ അടുത്തുള്ള മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വാക്കോടൻ മല. അടുത്ത തവണ വരുമ്പോൾ വാക്കോടൻ മലയിലൊക്കെ പോകണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. സന്ധ്യയായി തുടങ്ങി. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടി. അതുകൂടാതെ ഈ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ ഗാർഡൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം സമയം വൈകുന്നേരം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഈ സമയത്തൊക്കെ ആയപ്പോൾ ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലോട്ടെത്തി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പം ഉച്ചയ്ക്കുണ്ടാക്കിയ നെയ്ച്ചോറും ട്യൂണയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ബിരിയാണി പോലെ ആക്കിയെടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കള്ള ബിരിയാണി. ഇവരെല്ലാം പറ്റിക്കാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അന്ന് ഞങ്ങൾ കിടന്നത് ഞങ്ങളുടെ വീട്ടിലല്ല, ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ആളുടെ വീട് കുറച്ചും കൂടി താഴെ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കിടന്നത്. അപ്പം എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയത് ഒരു തട്ടിക്കൂട്ട് നൂഡിൽസും കട്ടൻ ചായയുമാണ്. എന്നിട്ട് ആ തണുപ്പത്തിരുന്ന് നല്ല ചൂട് നൂഡിൽസ് കഴിച്ചു. സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ മുറ്റത്തിറങ്ങി അവിടെ കുറച്ച് റോസ് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നിട്ട് ഈ ഭാഗത്ത് കാണാനായിട്ട്. അപ്പം നല്ല തണുപ്പും ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ
ഈ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പുഴ ഉണ്ട്. ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ചു. ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്നറിയോ ഈ പുഴ കാണാനായിട്ട്. നല്ല തണുത്ത വെള്ളമാണ് ഒഴുകുന്നത്. ഞങ്ങൾ ഈ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കാട്ടുമരമുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതിൽ ആദ്യം ചുറ്റി കിടക്കുന്നത് വലിയൊരു പാമ്പായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല, ആ മരത്തിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് അങ്ങാണ്ട് ഇങ്ങനെ ചുറ്റി കിടക്കുവാണ്. ശരിക്കും ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഓർക്കും ഇതൊരു പാമ്പ് ചുറ്റി കിടക്കുന്നതാണെന്ന്. അതിൻ്റെ സൈഡിൽ തന്നെ വേറെ ഇതേപോലെ തന്നെ കയറ് തൂക്കിയിട്ടിരിക്കുന്ന പോലെ തന്നെ പിരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വരെ ഒരു ചെടി കയറിയിരിക്കുവാണ്. അത് നല്ല വണ്ണമുള്ള ചെടിയാണ് ഇങ്ങനെ ചുറ്റി കയറിയിരിക്കുന്നത്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വണ്ടിയും ഈ ആറ്റിലോട്ട് ഞങ്ങൾ ഇറക്കിയിട്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ അവിടെ നിന്ന് കുളിക്കുവാണ്. എന്ത് രസമാണെന്നറിയോ ആറ് കാണാനായിട്ട്. നല്ല ഉരുണ്ട കല്ലുകളാണ് ഇത് നിറയെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല ഡീറ്റെയിൽ ആയിട്ട്. അധികം ഡെപ്തൊന്നും ഇല്ല കേട്ടോ, പക്ഷേ നല്ല ക്ലിയർ വാട്ടറാണ്. അതും മാത്രമല്ല നല്ല തണുപ്പുമുണ്ട് വെള്ളത്തിന്. പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഒക്കെ ഇവിടെ വരുമ്പോൾ ഇതിൽ നിന്ന് ഭംഗിയുള്ള കല്ലുകളൊക്കെ പിറക്കി വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വയ്ക്കും. ഇപ്പോഴും അതൊക്കെ നല്ലൊരു ഓർമ്മകളായിട്ട് മനസ്സിലുണ്ട്. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് എറണാകുളത്തോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും ഞങ്ങളുടെ നേരം പോക്കുകളും. അപ്പോൾ ഈ എസ്റ്റേറ്റിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റും കൂടിയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.